ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ പണിയിലെല്ലാവരും കഴിഞ്ഞത് ഫ്രഷായി വൈകുന്നേരമായിട്ടൊന്നൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഞാനും കിച്ചുമോനും കൂടി ഒന്ന് പുറത്ത് പോകാമായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ കിച്ചൂട്ടിനെയും കൂട്ടി എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നുള്ളൊരു കണ്ടീഷനിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യാത്രയൊക്കെ ആവേണ്ട. അപ്പോൾ ചെറിയൊരു മേക്കപ്പ് മാത്രം ഒന്ന് കണ്ണൊക്കെ എഴുതി റെഡിയായിട്ട് ഞങ്ങളിതാ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. കിച്ചോട്ടനെ ഓൾറെഡി റെഡിയായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്നെയും കാത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അമ്മ കഴിഞ്ഞില്ലേ വാവാന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പതിനെ വണ്ടിയൊക്കെ എടുത്ത് കൊടുങ്ങല്ലൂർക്കാണ് ഞങ്ങൾ പോകുന്നത്. ആദ്യം തന്നെ കിച്ചുമോന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് കരുതി ഞങ്ങളൊരു ബേക്കറിയിൽ പോയിട്ട് അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടാണ് കേട്ടോ. അപ്പോൾ കിച്ചൂട്ടിനെ ഓരോന്നും നോക്കിയാണ് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളതെന്ന്. ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കിച്ചുവിന് അതൊന്നും ഇഷ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു കിച്ചുവിനോട് തന്നെ നോക്കിയെടുത്തോളാൻ പറഞ്ഞപ്പോൾ പുള്ളി പോയി എന്നാണ്. തക്കാളി മുറുക്ക് കിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ തക്കാളി മുറുക്കൊക്കെ സെലക്ട് ചെയ്തു, അത് എടുത്ത് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്ന്. പിന്നെ പേട വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പേടയൊക്കെ വാങ്ങിയിരിക്കണം. നേരത്താണ് അവിടെ പത്തിരി കണ്ടത്. സാധാരണ കിച്ചു വെള്ള കളറല്ലേ പത്തിരി കണ്ടേക്കുന്നത്. അപ്പോൾ ഇതൊരു റോസ് കളറ് പത്തിരി കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു ഇതെന്തെന്നാണമ്മേ, ചേമ്പ് പത്തിരിയാ? അപ്പം ഞാൻ പറഞ്ഞു ചേമ്പ് പത്തിരി അല്ല കിച്ചു, ചെമ്പ പത്തിരി. മറ്റേ നമ്മൾ ഈ ചുമന്ന പൊട്ട് ഉണ്ടാക്കണ പൊടിയുടെ റാഗിയുടെ ആണെന്ന് പറഞ്ഞു കേട്ടാ. അങ്ങനെ പിന്നെ അതെല്ലാനും വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ഐസ്ക്രീമൊക്കെ വാങ്ങി ബില്ലൊക്കെ ഇട്ടതാ തിരിച്ച് പോരാനുള്ളൊരിതിലാണ് കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ വണ്ടി വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വണ്ടിയുടെ പിന്നിൽ വേറൊരു വണ്ടി കൊണ്ടെന്ന് പറഞ്ഞാൽ എടുക്കാനായിട്ട് കുറച്ച് പാടുപെട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരേണ്ട. നമ്മളുടെ കൊടുങ്ങല്ലൂർ ഭരണി നടക്കുന്ന ക്ഷേത്രമാണ് കേട്ടോ ഈ കാണുന്നത്. കൊടുങ്ങല്ലൂർ ക്ഷേത്രമാണ് അതെ. അപ്പോൾ ഞങ്ങൾ അതിലെല്ലാം കൂടി ഇങ്ങനെ വന്ന വഴിക്ക് നല്ല ഫ്രഷ് അച്ചിങ്ങി ഇതൊക്കെ വിൽക്കണുണ്ടായിരുന്നു കേട്ടോ. നല്ല പച്ചക്കറിയാണ് ഇവിടെ എപ്പോഴും, നല്ല ഫ്രഷ് പച്ചക്കറി ആ ചേട്ടൻ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വിൽക്കണതാണ് കേട്ടോ. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് അച്ചിങ്ങയും പാവയ്ക്കയും കൂർക്കയും അങ്ങനത്തെ സാധനങ്ങളെല്ലാവരും വാങ്ങി. നല്ല സാധനങ്ങളായിരുന്നു കേട്ടോ, എല്ലാവരും നല്ല ഫ്രഷ് ആയിരുന്നു. അതൊക്കെ വാങ്ങിയതാണ് ഞങ്ങൾ തിരിച്ചു പോരേനും. അപ്പോൾ വണ്ടി ഞാൻ കുറച്ച് മാറ്റിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. റോഡ് സൈഡ് തന്നെ ആയ കാരണം അവിടെ നിന്നൊന്ന് നീക്കി ഞങ്ങളുടെ സാധനങ്ങളെല്ലാവരും വാങ്ങിയതൊക്കെ ഒന്ന് വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. ഓൾറെഡി വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ ഉണ്ടായ കാരണം ഞാൻ പച്ചക്കറിയൊക്കെ എല്ലാവരും വണ്ടിയുടെ ഡിക്കിയിലാണ് ഇട്ട് വെച്ചത്. അവിടെ നിന്ന് തിരിച്ചു പോന്നപ്പോൾ കിച്ചൂട്ടൻ പറഞ്ഞ് മുസ്രിസി പോകാമെന്ന് പറഞ്ഞു. അവിടെ പോയിരുന്നപ്പോൾ ഏതായാലും വൈകുന്നേരം ഒരു 5:30 ആയി ടൈം എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് കരുതി ഞാനും മോനും കൂടി അങ്ങോട്ട് പോകാനിട്ടാ. കിച്ചൂട്ടനാണെങ്കിൽ ഇവിടെ വന്നത് ഭയങ്കര ഇഷ്ടമാണ്. ബോട്ടിലെ ആൾക്കാരൊക്കെ കയറി റൗണ്ട്സിന് പോകാനുള്ള ഇതിലാണ് കേട്ടോ. 800 രൂപ കേട്ടോ ഒരു ടിക്കറ്റ്, ഒരാളുടെ ടിക്കറ്റ്. ഞങ്ങൾ പിന്നെ കയറിയില്ല, നമ്മൾ പിന്നെ ഇടയ്ക്ക് വഞ്ചിയിലൊക്കെ പോണ കാരണം പിന്നെ അതിലൊന്നും കയറിയില്ല കേട്ടോ. അങ്ങനെ കിച്ചൂട്ടിന് അവിടെ നിന്ന് അതെല്ലാവരും ഒന്ന് നോക്കിയൊക്കെ നിൽക്കുകയാണ് കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞ് നമുക്കൊന്ന് നടക്കാമേന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നടക്കേണ്ട. അപ്പോൾ ഏതെങ്കിലും ബെഞ്ച് ഒഴിവുണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് ഒന്ന് ഇരിക്കാമല്ലോ എന്ന് കരുതി ഞങ്ങൾ നോക്കിയാണ്. വൈകുന്നേരം ടൈം ആയതുകൊണ്ട് നിറയെ ആൾക്കാരായിരുന്നു കേട്ടോ. എല്ലാ ബെഞ്ചിലും ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാനൊന്നും സ്ഥലം കിട്ടിയില്ല. ഇപ്പം ഞാൻ കാണിച്ച വീട് നമ്മളുടെ പൊറിഞ്ചുമറിയും ആ മൂവി ഷൂട്ട് ചെയ്ത വീടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് കുറേ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ബെഞ്ച് ഒഴിവുണ്ടെന്ന് കിച്ചുവേട്ടൻ നോക്കിയിട്ട് പറഞ്ഞു തന്നാൽ നമുക്ക് വന്ന് അവിടെ പോയി ഇരിക്കാമെന്നും പറഞ്ഞ് ഞാനും കിച്ചുമോനും കൂടി ആ ബെഞ്ചിൽ പോയി ഇരുന്ന് ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഞങ്ങൾ അസ്തമയമൊക്കെ കണ്ടു. കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തോ ലൈറ്റ് ഇല്ലാഞ്ഞ കാരണം ഞാൻ അതൊന്നും അങ്ങനെയൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ കിച്ചുട്ടൻ പറഞ്ഞ് ഇരുട്ടായി നമുക്ക് പോകാമെന്ന് പറഞ്ഞ കാരണം ഞാനും മോനും കൂടി പോകാനായിട്ട്. അപ്പം നമ്മൾ വണ്ടി വെച്ചേക്കുന്നത് കുറേ ദൂരെയാണ് കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് അത്രയും നടന്നിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോഴേക്കും ഒരുവിധം നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. ആൾക്കാരെന്നാലും അവിടെ ഉണ്ട് കേട്ടോ, കുറേ നേരം ഇരിക്കുന്നുണ്ടാവും. പിന്നെ ഞങ്ങളിതാ വീട്ടിലൊക്കെ വന്നുകൊണ്ട് നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണ്ടേ. കൊണ്ടുവന്നതൊക്കെ ഞാനൊന്ന് ടേബിളും എടുത്ത് വെച്ചു കേട്ടോ. ഇനി അതെല്ലാവരും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ കിച്ചുമോൻ ഐസ്ക്രീമും സിപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാവരും വേഗം എടുത്ത് മാറ്റി അതൊന്ന് ഫ്രീസറിൽ കൊണ്ട് വെക്കാമെന്ന് കരുതി കിച്ചൂടിനെ വിളിച്ചപ്പോഴേക്കും കിച്ചൂടൻ ഞാൻ കിടക്കണമെന്നും പറഞ്ഞുകൊണ്ട് വേഗം പോയി കിടന്നിട്ടാ. ആളപ്പോൾ പോയി ഡ്രസ്സൊക്കെ മാറി ഒന്ന് നടന്നെന്നും പറഞ്ഞ് പുള്ളിക്ക് നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അണപ്പ് വരും. അങ്ങനെ പോയി കുറച്ച് നേരം ഇരുന്ന് ഞാനപ്പോൾ ഓരോ ഐറ്റംസായിട്ട് മാറ്റി ഞാൻ ആദ്യം തന്നെ ഐസ്ക്രീം എല്ലാവരും കൊണ്ടുവന്ന് ഫ്രിഡ്ജിലോട്ടൊക്കെ വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഈ വാങ്ങിയ ബേക്കറികളെല്ലാവരും ഒന്ന് എടുത്തിട്ട് അതൊക്കെ ഞാനൊരു ബക്കറ്റിലോട്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബക്കറ്റിലാണ് എപ്പോഴും നമ്മൾ ഇതേപോലെ ഈ ചിപ്സും സാധനങ്ങളെല്ലാം ഇട്ട് വെക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ മെയിനായിട്ട് ഞായറാഴ്ച ആകുമ്പോൾ നമുക്ക് കിച്ചുമോൻ്റെ കൂടെ പോകാമല്ലോ, അപ്പോൾ അവന് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാമല്ലോ എന്ന് കരുതിയാണ് അങ്ങനെ ഇരുന്നിരുന്നത്. അപ്പോൾ ഞാൻ അതെല്ലാവരും ഒരു പാത്രത്തിലാക്കി ഒന്ന് അടക്കി ഇതാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് ലേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു.
അപ്പം ഞാൻ ലേസ് നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ കിച്ചുമ്മൻ പറഞ്ഞത് മറ്റേ കവറിലുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കിച്ചുട്ടൻ എന്നോട് പറഞ്ഞു അമ്മ ലേസ് എനിക്കിപ്പോൾ കഴിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ ആ ലേസ് കൊടുത്തു കേട്ടോ. വേഗം വന്നുകൊണ്ട് എന്നോട് ചോദിച്ചു. ലേസൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനത് എപ്പോഴും അങ്ങനെ വാങ്ങി കൊടുക്കാറില്ല, എന്നാലും ഒരാഗ്രഹം പറയണല്ലേ എന്ന് കരുതി ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങും. പിന്നെ ഞങ്ങൾ വന്ന വഴി വേറൊരു കടയിൽ കയറി പഴവും ഇതെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി തന്നെ ചെല്ലുമ്പോൾ തന്നെ എന്തെങ്കിലും ഒന്ന് പഴം എന്തെങ്കിലും ഒന്നും കഴിക്കാമെന്ന് കരുതി അങ്ങനെ പഴമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിശൂട്ടൻ വന്നുകൊണ്ട് എന്നോട് ചോദിക്കാൻ കേട്ടാ അമ്മ എൻ്റെ ഹെഡ്സെറ്റ് എന്ത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാനും വന്ന ആൾ എടുത്തുകൊണ്ട് പോയി. അപ്പം ഞാൻ ഈ പഴമൊക്കെ ഒന്ന് എടുത്ത് എല്ലാവരും ഒന്ന് റെഡിയാക്കി അവിടെ കൊണ്ടുപോയി വെക്കാമെന്ന് കരുതിയത് എടുത്തുവിട്ടാ. അപ്പോൾ കിച്ചുമോൻ അവിടെ നിന്നുകൊണ്ട് ചോദിച്ച് അമ്മ പഴം ഇപ്പം കഴിക്കണുണ്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്തേ പഴം വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു എനിക്കിപ്പോൾ വേണ്ട, ഞാൻ ലൈസ് കഴിക്കണം, അമ്മ വേണമെങ്കിൽ കഴിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാനിതെല്ലാം എടുത്ത് വെച്ചിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ഇനി നമുക്ക് ആ പാവയ്ക്കയും നമ്മളുടെ ഈ അച്ചിങ്ങ ഇതെല്ലാനും ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പം ഞാൻ പോയി ഫ്രിഡ്ജിൽ നിന്ന് നമ്മളുടെ പച്ചക്കറി എല്ലാം ഇട്ട് വെക്കണ പാത്രം എടുത്തുകൊണ്ടുവന്ന് അതിലോട്ടൊന്ന് എല്ലാനും ഒന്ന് റെഡിയാക്കി വെക്കേണ്ടിട്ട് ഞാൻ കഴുകിയൊന്നുമില്ല, ഡയറക്റ്റ് അങ്ങനെ വെക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ എടുക്കണ നേരത്ത് അതെല്ലാനും ഒന്ന് കഴുകി വെക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ പച്ചമുളക്, തക്കാളി അങ്ങനത്തെ സാധനങ്ങളാണെങ്കിൽ ഞാൻ കഴുകി വെക്കും, അതാവുമ്പോൾ പെട്ടെന്ന് ചീത്താവൂലല്ലോ. പാവയ്ക്ക് ഇത് അങ്ങനത്തതൊന്നും കഴുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് അതൊക്കെ ഒന്ന് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ച് പിന്നെ മുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു, മുട്ടയും എല്ലാനും ഞാനൊന്ന് റെഡിയാക്കിയൊക്കെ വെച്ചു കേട്ടോ. ഇനിതാ കവറുകൾ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതെല്ലാനും ഒന്ന് റെഡിയാക്കി വെക്കണമല്ലോ എന്ന് കരുതി അതൊക്കെ ഒന്ന് അടക്കി ഇതാക്കി വെക്കണുണ്ട് കേട്ടോ. ഞാൻ ആ കവറുകളെല്ലാം എടുത്തപ്പോൾ കേട്ടോ ലാസ്റ്റ് ഒരു കവറിൽ കൂർക്ക വാങ്ങിയതിരിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പിന്നെ ആ കൂർക്ക എടുത്തൊന്ന് പുറത്തൊക്കെ വെച്ച് ഇതാക്കി വെച്ച് നല്ല കൂർക്കയായിരുന്നു കേട്ടോ, വലിയ കൂർക്കയാണ്. ഞാൻ ചെറിയ കൂർക്കയാണെന്ന് കരുതി ഞാൻ അങ്ങനെ വാങ്ങണ്ടല്ല എന്ന് കരുതി നോക്കിയപ്പോൾ പച്ചേട്ടൻ പറഞ്ഞ് വലിയ കൂർക്കയാണ് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കും ഇഷ്ടമായിട്ടാ, കൂർക്ക നല്ല ഇതായിരുന്നു. പിന്നെ ഞാൻ അത് എടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഒരു ചാക്കിലൊക്കെ ഇട്ടൊന്ന് തല്ലിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം അതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് പോയി കിട്ടും. ഞാനിവിടെ അങ്ങനെയുണ്ട് ചെയ്യാറ്. എന്തെങ്കിലും ഒരു ചാക്ക അല്ലെങ്കിൽ വലയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പൈപ്പിൻ്റെ അടിയിൽ കാണിച്ച് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി കഴിഞ്ഞാൽ കൂർക്കയുടെ തൊണ്ടൊക്കെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. ഇതേ എല്ലാവരും എടുത്തൊക്കെ വെച്ചൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇരിക്കാം. ഞാൻ അവിടെ ഇരുന്ന് പഴം ഒരെണ്ണെടുത്ത് കഴിച്ചപ്പോഴേക്കും കിച്ചുമോൻ വന്നിട്ടാ. അപ്പം ഞാൻ അവന് പഴം വേണമെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പോൾ പഴം വേണ്ടാന്ന് പറഞ്ഞ് അവൻ എനിക്ക് ലൈസ് തന്നുണ്ടായി. എനിക്കാണെങ്കിൽ അപ്പോൾ ഈ ലൈസിൻ്റെ ടേസ്റ്റ് എന്തോ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് മറ്റേ ഗ്രീൻ കളർ വാങ്ങിയാൽ മതിയെന്ന്. അപ്പോൾ കിച്ചുവിന് ഗ്രീൻ ഇഷ്ടമല്ല, അപ്പോൾ പിന്നെ അവൻ ആ കളർ തന്നെയാണ് വാങ്ങിയത്. പിന്നെ ഞാനും അവിടെ ഇരുന്നുകൊണ്ട് 2 പഴമൊക്കെ തിന്ന് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഒന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഈ ഇരുന്ന് കഴിഞ്ഞാൽ പറ്റില്ലല്ലോ, പണിയുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എന്തോ ഇരിക്കാനൊന്നും തോന്നിയൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഓക്കെ.